ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർ കളക്ഷൻസ്. ഇന്നപ്പോൾ ഒരു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടുള്ള മോഡലല്ല കേട്ടോ, ഇമ്പോർട്ടഡ് ആണ്. അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ മോഡലും ഒരു രക്ഷയില്ലാത്ത മോഡലാട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഒത്തിരി ഒരു 6 ഷെയ്ഡ്സോളം ഉണ്ട്. അതിൻ്റെ 6 ഷെയ്ഡ്സും എടുത്തു കേട്ടോ. അപ്പോൾ ഷെയ്ഡ്സ് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. പിന്നെ ഇച്ചിരി റേറ്റ് ഉണ്ട്. അത് ആ ഒരു ഡിസൈനിന്റെ ആ ഒരു ബ്രാൻഡിന്റെ ആണ്. ഇത് കൊറിയൻ ബാഗും കൂടിയാണ്. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോ അവര് ഫുള്ളി ഇതൊക്കെ വെച്ചൊക്കെയാണ്. ഞാൻ അതൊന്നും ഇളക്കി മാറ്റുന്നില്ല. ഫസ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ചെയിൻ ആണ് വരുന്നത് കണ്ടോ. ഷോർട്ട് സ്ലിങ് ഇതുപോലെ ഒരു ചെയിനിലാണ് വരുന്നത്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോസർ വ്യൂ കണ്ടാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അത്രയും നമ്മുടെ ഒറിജിനൽ ലെതറിന്റെ ഉണ്ടല്ലോ, അതിന്റെ ഷോർട്ട് സ്ലിംഗ് ബാഗാണ്. ഒറിജിനൽ വലിയ ലെതറൊക്കെ ഞാൻ ടോട്ട് ബാഗ്സ് കൊണ്ടുവന്നില്ല, അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള സ്ലിംഗ് ബാഗാണ്. ഇതിന്റെ അകത്ത് വേറെ പൗച്ചും വരുന്നുണ്ട്. പൗച്ചോട് കൂടിയുള്ള ബാഗ്സ് ആണ് കേട്ടോ. ഇൻസൈഡുള്ള പൗച്ച് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ആ പൗച്ച് അവർ കൊടുക്കുന്നത് എന്താ വെച്ചാല്, ഇത് കണ്ടോ, ഇത് ഫുള്ളി ഒരു ലെതറാണ്. ഈ മെറ്റീരിയൽ ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ലെതർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ക്ലോത്ത് ഒന്നും വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള വലിയ ടോട്ട് ബാഗ്സിലായാലും നമുക്കൊരു ചെറിയൊരു പൗച്ചും കൂടി കൊടുക്കുന്നത്. ഇതിനും അതുപോലെ ഉണ്ടോ, ഒരു പൗച്ച് ഉണ്ട് അകത്ത്. ആ ഒരു പൗച്ച് വന്നിട്ട് ആ പൗച്ചിനകത്താണ് ഇതുപോലെ എന്താ പറയാ, നമ്മൾ ക്യാഷ് ഇടാനുള്ള ഒരു സ്പേസ് പോക്കറ്റ്, ഒരു ഓപ്പൺ പോക്കറ്റ് ഒക്കെ വരുന്നത്. ഈ പൗച്ചിനകത്ത് അല്ലാണ്ട് ഒരു രണ്ട് സ്പേസും, അപ്പുറം ഈ പൗച്ചിന്റെ അപ്പുറം ഇപ്പുറവും സ്പേസും ഉണ്ട്. അടുത്ത് കാണിക്കാൻ പറയുന്നുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇതിന്റെ ഇൻസൈഡും ഇത് കണ്ടോ, ഇതുപോലെ സ്പേസ് വരുന്നുണ്ട്. ഈ പൗച്ച് വന്നിട്ട് പൗച്ചിൽ സിബോർഡ് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് പിന്നെ ഒരു ലോക്കിംഗ് ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ ലെതർ മെറ്റീരിയലിൽ വരുന്നതാണ്. പിന്നെ ഇവര് വേറെ മെറ്റീരിയലിന് പിന്നെ ഒരു ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ പിന്നെ ഇളക്കി മാറ്റിയില്ല. ഇതുപോലെയാ വരിക. ഇതിന്റെ ഷോർട്ട് സ്ലിങ് വരുന്നത് ഇതുപോലെ ഗോൾഡൻ മെറ്റലിലാണ് കേട്ടോ. അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത്, ഇതാണ് ഇതിന്റെ ലോങ് സ്ട്രാപ്പ് വരുന്നത്. നമുക്ക് ഇത് ഇവിടെ ബെൽറ്റ് പോലത്തെ ആ ഒരു റാക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് നീട്ടം, അതായത് നീളം കൂട്ടാനും കുറയ്ക്കാനും ആയിട്ടൊക്കെ അങ്ങനെയാ കൊടുത്തേക്കുന്നത്. പിന്നെ ലോങ് ആയിട്ട് ഇതിന്റെ മെറ്റലിന്റെ ഒക്കെ കട്ടിയാണോ, നല്ല സ്ട്രോങ് ഗോൾഡൻ മെറ്റൽ ആട്ടോ. ഇതുപോലെയാണ് ബാഗ് വരിക. നമുക്ക് ലോങ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ആക്കാം. ഇതാണ് ബാഗ് വരിക. ഇതൊരു റസ്റ്റ് ബ്രൗണോ, ഇതെന്താ പറയാ, എല്ലാം ഒരു വെറൈറ്റി ഷെയ്ഡ്സ് ആണ് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് വൺ വരുന്ന ഈ ഒരു ബ്രിക്ക് റസ്റ്റ് കളറാണ്. ഇതൊരു ഡാർക്ക് റസ്റ്റ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ. ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിന്റെ ഇൻസൈഡൊക്കെ നിങ്ങൾ കണ്ടോ, അത്രയും സേഫ് ആയിട്ടാണ് അവർ ആ പാക്കിംഗ് വരുന്നത്. ഞാൻ പിന്നെ അതൊന്നും എടുത്ത് മാറ്റാതെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഈ മെറ്റീരിയൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ ആട്ടോ. ഒരു പ്രശ്നമില്ല, പൊളിഞ്ഞു വരിക അങ്ങനെ ഒന്നും ചെയ്യാത്ത മെറ്റീരിയലാണ്. ഇതിന്റെ ബോട്ടം പാർട്ടൊക്കെ ഇങ്ങനെയാ വരിക കണ്ടോ, ത്രെഡ് വർക്കൊക്കെ. ഗ്രീൻ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് എല്ലാം. അടുത്ത വരുന്നത് ഈ ഒരു എന്താ പറയാ, ഒരു കോഫി, നമ്മുടെ ചീടയൊക്കെ ഒരു കളറില്ലേ, ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ വരിക ഒരു യെല്ലോ ഷെയ്ഡാണ്. ഈ ഒരു ബ്രൗൺ, ഇത് മൂന്ന് ഷെയ്ഡ്സിലാണ് കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു ചിക്കു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്ന ബാഗ്. ഇത് വരുന്നത് ഒരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇത് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെ മൂന്നും ഡിഫറെന്റ് ആണ്, സെയിം അല്ല. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു 6 ഷെയ്ഡ്സിലാണ്
ഈ ബാഗ്സ് വരുന്നത്. ഇത് ഓരോന്നിന്റെ റേറ്റ് വരുന്നത് 1550 കേട്ടോ. 1550 ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഈ റേറ്റ് ഞാൻ പറഞ്ഞു, ഈ റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെതാണ്. അതായത് ഈ ടോട്ട് ബാഗ്സിനൊക്കെ യൂസ് ചെയ്യുന്ന പ്യുവർ ലെതർ യൂസ് ചെയ്തിട്ടുള്ള ബാഗ്സ് ആണ്. നല്ല മോഡലാണ് വരുന്നത്. എത്ര വേണേലും നമുക്ക് എത്ര യൂസ് ചെയ്താലും ഇല്ലാതായി പോകാത്ത, ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ബ്രാൻഡ് ബാഗ്സ് ആണ്. ഈ ടൈപ്പൊക്കെ നിങ്ങൾ പുറത്തൊക്കെ പോയി നോക്കിയാൽ ഷുവർ ആയിട്ടും ഒരു 2500 എബോവ് പോകുന്ന ബാഗ്സ് ആണ് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് ബാഗ്സ് ആണ്. ഒരു മീഡിയം ടൈപ്പാണ്, സ്മോൾ അല്ല, മീഡിയം ടൈപ്പ് ആട്ടോ. ഏതാണ്ട് ലെങ്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 വരുന്നുണ്ട്, വീതി ആണെങ്കിൽ 10 വരുന്നുണ്ട് ഇതിന്റെയൊക്കെ. അപ്പൊ ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ബാഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഓരോന്നിന്റെ റേറ്റ് വരുന്നത് 1550 ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഈ ഒരു 6 ബാഗ് എന്റെ കയ്യിലുള്ളൂ. ഇത് റീസ്റ്റോക്കിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ നേരിട്ട് കുറച്ച് എടുത്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.